മുളകിട്ട കിളിമീൻ കറി എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. അതിനായി ചട്ടി ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുകയാണ് വേണ്ടത്. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉള്ളിയും കൂടി ഇട്ടൊന്ന് മൂപ്പിക്കുന്നുണ്ട്. ചെറുതായി അരിഞ്ഞരിച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ടൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതൊന്ന് ആവിയിൽ വേണം ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. കശ്മീരി മുളക് പൊടിയാണ് ഇതിൽ ചേർക്കുന്നത്. 3 സ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. കശ്മീരി മുളക് പൊടി ഇല്ലാത്തവർ സാധാ മുളക് പൊടി എടുത്താലും മതിയാകും. പക്ഷേ മുളകിന്റെ എരിവിനനുസരിച്ച് നിങ്ങൾ അളവിൽ മാറ്റം വരുത്തിയാൽ മതിയാകും. 2 തക്കാളിയുടെ ജ്യൂസും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ 3 കുടംപുളിയും കൂടെ ചേർക്കുന്നുണ്ട്. ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം 10 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇത് നന്നായി തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന കിളിമീനാണ്. കിളിമീൻ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നുണ്ട്. ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ചാണ് വേവിക്കേണ്ടത്. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ മീൻകറി സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. അതിനുശേഷം നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. കൂടെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.